കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷമർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോട് ദൈവാശ്രയത്തോടു കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. 1 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്കു വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണം എത്രത്തോളം അനുഗ്രഹീതമാണ്, എത്രത്തോളം ശ്രേഷ്ഠകരമാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. എന്തിനു വേണ്ടിയാണ് കർത്താവ് ക്രൂശിൽ മരിച്ചത്? എന്തിനു വേണ്ടിയാണ് യേശു കർത്താവ് പാപികൾക്കായിട്ട് അല്ലെങ്കിൽ നീതികെട്ടവർക്കായിട്ട് കഷ്ടമനുഭവിച്ചത്? ജഡത്തിൽ മരണശിക്ഷ ഏറ്റതിൻ്റെ കാരണം എന്താണ്? അതിനൊറ്റ മറുപടിയാണ് പറയുന്നത്, നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിനാണ് കർത്താവ് അത് ചെയ്തത് എന്നുള്ളത് വ്യക്തമല്ലേ? എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരോട് ഞാൻ ഈ സന്ദേശത്തിലൂടെ കൈമാറാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, യേശു കർത്താവ് ക്രൂശിൽ മരിച്ചത് നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് വേണ്ടിയാണ്. പാപം മുഖാന്തരം ലോകത്തിൻ്റെ മോഹങ്ങളിൽപ്പെട്ട് ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഒരു തലമുറയെ ദൈവത്തിങ്കലേക്ക് അടുപ്പിക്കാൻ വേണ്ടി പിതാവാം ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യരാശിക്ക് വേണ്ടി പാപയാഗമായി തീർന്ന ഒരു വ്യക്തിത്വമാണ്, അല്ലെങ്കിൽ ദൈവത്വമാണ്, ദൈവപുത്രനാണ് യേശു ക്രിസ്തുവെന്ന് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അതിനുവേണ്ടി നിങ്ങൾ അശ്രദ്ധിച്ച വാക്കുകൾ നിങ്ങളൊന്ന് മനസ്സിലാക്കിയേ. 1, നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? സ്തോത്രം. പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം സഹിച്ചു. യേശു കർത്താവ് പാപം ചെയ്തിട്ടല്ല കഷ്ടം സഹിച്ചത്. അവൻ നീതിമാനായിട്ട് നീതികെട്ടവർക്ക് വേണ്ടി അവൻ കഷ്ടം സഹിപ്പാൻ തക്കവണ്ണം ഇടവന്നു. അടുത്ത്, ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുവാൻ തക്കവണ്ണം ഇടവന്നു. ശ്രദ്ധിക്കണമേ, കഷ്ടം ശരീരത്തിൽ അനുഭവിച്ചത് മാത്രമല്ല, ജഡത്തിൽ അവർ മരണശിക്ഷ ഏൽക്കുകയും അതിൻ്റെ അപ്പുറത്തൊരു പ്രതിഫലം, ഒരു റിസൾട്ട് നമുക്ക് കാണാൻ കഴിയും. ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളത് നമ്മൾ ആ ഭാഗത്തിൽ വായിക്കുന്നുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ഒരു മേഖലയിൽ മരണം നടക്കുമ്പോൾ, ഒരു മേഖലയിൽ കഷ്ടം സഹിക്കുമ്പോൾ, അതിൻ്റെ അപ്പുറത്ത് ആത്മാവിനാൽ ജീവിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥ നമുക്കുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. യേശു ക്രിസ്തുവിനോട് നമുക്ക് താരതമ്യം പറയാൻ കഴിയുന്നില്ലെങ്കിലും ഒറ്റക്കാര്യം ഞാൻ പറയാം, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഏതെങ്കിലും തരത്തിൽ കഷ്ടം സഹിക്കുന്നുവെങ്കിൽ, വേദന സഹിക്കുന്നുവെങ്കിൽ, മരണശിക്ഷ ഏൽക്കുന്നുവെങ്കിൽ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് പറയാം, ദൈവമക്കളെ, സ്തോത്രം, അപ്പുറത്ത് നമുക്ക് വേണ്ടി ഒരു ജീവൻ കാത്തിരിപ്പുണ്ട്. ആ ജീവനിലേക്ക് വരാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളിൽ ആഗ്രഹിക്കുന്നത്. ആ ജീവിപ്പിക്കപ്പെടുന്ന അവസ്ഥ എങ്ങനെ നടക്കുമെന്ന് ചോദിച്ചാൽ അത് ആത്മാവിനാൽ മാത്രമേ സംഭവിക്കപ്പെടുകയുള്ളൂ. അത് നടക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിലാണ് ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് യേശു കർത്താവ് മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് ആത്മാവിൽ ജീവിക്കപ്പെടുമ്പോൾ അതേ ശക്തി, അതേ ചൈതന്യം, അതേ ദൈവമഹത്വം ഞങ്ങളുടെ ജീവിതത്തിനകത്ത് അവിടെ നിന്ന് വെളിപ്പെടുത്തണമേ. സ്വർഗം അങ്ങനെ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം, മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.